Good morning, all. Good morning, ma'am. ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടോ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. വോയിസ് ക്ലിയർ ആക്റ്റീവ് ആവുന്നുണ്ടായില്ല. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മളെ പെർഫോമൻസ് സർപ്രൈസിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസലിലെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഡിഫറെന്റ് മെത്തേഡ്സ് ഏതുവരെ നമ്മൾ പഠിച്ചു? ഏത് മെത്തേഡ് വരെയാണ് നമ്മൾ നോക്കിയത്? ഗ്രാഫ് റേറ്റിംഗ് സ്കെയിൽ അല്ലേ? ഓക്കെ, പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം. അവിടെ കമ്പാരിസൺ നടത്തിയിട്ട് ആണ് ഏറ്റവും നല്ല എംപ്ലോയീസിനെ അവിടെ വ്യത്യസ്ത രീതിയിൽ തന്നെ അലോട്ട് ചെയ്യേണ്ടത് ആവശ്യകതകളൊക്കെ വരുമ്പോൾ തീരുമാനിക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു. ഒന്ന് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ചെക്ക് ലിസ്റ്റ്. ഓക്കെ, ചെക്ക് ലിസ്റ്റ് മെത്തേഡ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഗ്രാഫ് റേറ്റിംഗ് സിസ്റ്റം അല്ലെ, നമ്മുടെ സ്കെയില് അതിന്റെ വരെ പറഞ്ഞു നിർത്തി അല്ലെ? അതുമായി ബന്ധപ്പെട്ട 3 അഡ്വാൻറ്റേജസ് പറഞ്ഞു നിർത്തി. ശരിയല്ലേ? ഡിസ്കസ് ചെയ്തോ? ഫോർത്ത് വേണം നമുക്ക് നോക്കാറുണ്ട് പോസ്റ്റഡ് ചോയ്സ് മെത്തേഡ്. അതാണ് പോസ്റ്റഡ് ചോയ്സ്. ഓക്കെ, പോസ്റ്റഡ് ചോയ്സ് മെത്തേഡിൽ ഏത് രീതിയിലാണ് നമ്മൾ എംപ്ലോയിയെ വിലയിരുത്തണേന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എംപ്ലോയിയെ വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഓരോ എംപ്ലോയീസിനും വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് വേണോ, പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ അല്ലെ, എന്നുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഈ ഒരു മെത്തേഡ് വെച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. The posted choice appraisal is a special type of a checklist, but the rater has to choose between 2 or more statements, all of which may be favorable or unfavorable. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രസ്താവനകൾ ഇറക്കിയാണ്. ഓക്കെ, മെത്തേഡിന്റെ അനുസരിച്ചിട്ട് കുറച്ച് പ്രസ്താവനകൾ ഇറക്കിയിട്ട് അവിടെ ഇവാലുവേഷൻ നടത്തുകയാണ്. ഓക്കെ, പ്രസ്താവനകളിൽ ചിലപ്പോൾ നേരം വൈകി വരുന്നുണ്ടോ, പ്രോപ്പറായിട്ട് വർക്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വർക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന എംപ്ലോയി ആണോ, അങ്ങനെ ഒരു പേഴ്സണ്, അതായത് ഒരു എംപ്ലോയിയെ വെച്ചുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് അവിടെ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. For more statements, all of which may be favorable or unfavorable. ചിലതെല്ലാം അവർക്ക് ഓക്കെ ആവാൻ സാധ്യതയുണ്ട്, ചിലതൊക്കെ ഓക്കെ ആവാതിരിക്കാനും സാധ്യത വരുന്നു. അപ്രൈസർ, അതാണ് അപ്രൈസർ എന്ന് പറയുന്നത് ഇവാലുവേറ്റർ അല്ലെ? ഏത് എംപ്ലോയി ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെയാണ് നമ്മൾ അപ്രൈസർ എന്ന് പറയുന്നത് അല്ലെ? The appraiser's job is to identify which declaration is the most or in some case least descriptive of individual being evaluated. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ ഇവാലുവേഷൻ ഓരോ ഇൻഡിവിജ്വലിനെയും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അപ്രൈസർ എന്താ ചെയ്യുന്നത്, അത് ഏതാണ് അല്ലെ? ഇപ്പൊ നേരത്തെ വരുന്ന ഒരു എംപ്ലോയി ആണോ, കറക്റ്റ് ആയിട്ട് പഞ്ച്വലായിട്ട് റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരുത്തി വെക്കുന്നുണ്ടോ, ഓക്കെ, ഓരോന്നിനെയും കുറിച്ചിട്ടും അവിടെ ഡിക്ലറേഷൻ അല്ലെ, അവിടെ കൃത്യമായിട്ട് തന്നെ തീരുമാനമെടുക്കുന്ന ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും ഓരോ പർട്ടിക്കുലർ എംപ്ലോയിയെ വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് അപ്രൈസർ ചെയ്യുന്നത്. To reduce the bias, the right answer are not known to the rater. ഓക്കെ, എന്തിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ, എന്തിനെയാണ്, ഏത് പ്രസ്താവനയ്ക്കാണ് കൂടുതലായിട്ടുള്ള മുൻതൂക്കം കൊടുക്കണേ എന്നുള്ളത് അതിനെ കുറിച്ചിട്ട് അല്ലെ? നമുക്കറിയാം ഓരോ സ്റ്റേറ്റ്മെന്റിനെ അനുസരിച്ചിട്ട് അവർ പെർഫോം ചെയ്യുന്ന അനുസരിച്ച് ആ അപ്രൈസർ വിലയിരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ചിലതൊക്കെ ഫേവറബിൾ ആവാം, ചിലതൊക്കെ
ഫേവറബിൾ ആയിട്ടുള്ള രീതിയായിരിക്കും. അതായത് എസ് ആയിരിക്കും, ചിലപ്പോൾ നോ ആയിരിക്കും അല്ലെ. ക്രമാനുസൃതമായിട്ടുള്ള ഒരു റേറ്റിംഗ് ഒരു അല്ലെ സംഖ്യ വെച്ചിട്ടാണെങ്കിൽ 8% അല്ലെങ്കിൽ 6% ആ ഉള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവാലുവേഷൻ നടത്തുന്നത്. Someone in the personal department scores the answer based on the key. The personal department എന്താ ചെയ്യുന്നത്, ഈ അപ്രൈസർ വിലയിരുത്തിയിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റുകളെ അവിടെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആൻസർ കീ വെച്ചിട്ട് അല്ലെ, ഇത്രയും ഇവാലുവേഷൻ ഉണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് ഇത്രയും ഇവാലുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലുള്ള പർട്ടിക്കുലർ അല്ലെ അതിനുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള അനുമതിയുള്ള റെപ്രസെന്റേറ്റീവ് അത് കൃത്യമായിട്ട് കീ വെച്ചിട്ട് പരിശോധിക്കുന്നു. നമ്മൾ പറയുന്ന മാതിരി ആൻസർ കീ വെച്ച് പരിശോധിക്കൂലേ എന്ന് പറഞ്ഞ മാതിരി ഈ സ്റ്റേറ്റ്മെന്റിൽ ഇന്ന റേറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള യോഗ്യരായ പേഴ്സൺ ആണ് ഡിസൈഡ് ചെയ്യാനായിട്ട് അവിടെ നിയുക്തമായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലെ വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ അപ്രൈസർ എന്താ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് ഓരോ എംപ്ലോയീസിന്റെയും പർട്ടിക്കുലർ പ്രസ്താവനകൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ആൻസർ കീ അദ്ദേഹം അതായത് ആ ഒരു ഓരോ പേഴ്സന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആ ഡീറ്റെയിൽസ് ആരാണ് പിന്നീട് പരിശോധിക്കുന്നത്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റില് വ്യക്തി അല്ലെ പർട്ടിക്കുലർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ തന്നെ ആൻസർ കീ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പേഴ്സണൽ ചോയ്സ് മെത്തേഡ് അപ്പൊ അന്ന് ജസ്റ്റ് നോക്കാം. അപ്രൈസർ എന്താ ചെയ്യുന്നത്, അദ്ദേഹം ഓരോ പേഴ്സണെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത് അല്ലെ. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസുകളൊക്കെ വെച്ചിട്ട് ആ ബേസിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പേഴ്സണൽ അല്ലെ, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് സ്കോർ ആണ്, അവിടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ആൻസർ കീ വെച്ചിട്ട് അവരുടെ സ്കോർ ഇവാലുവേഷൻ ഫൈനൽ ഇവാലുവേഷനിലേക്ക് എത്തുന്നത്. This key should be validated so management is in position to say the individual with the higher score are a better performing employee. Then നമ്മുടെ ഈ സ്കോർ വെച്ചിട്ട് അല്ലെ ആൻസർ കീ വെച്ചിട്ട് പെർഫോം ചെയ്യുന്നതിൽ ഏറ്റവും ഹയർ സ്കോർ എന്താണ് അല്ലെ, അത് ആർക്കാണ്, അത് ഏത് എംപ്ലോയി ആണ് എന്നുള്ളത് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ, ഇപ്പൊ ആ ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു നേരത്തെ വരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു, മറ്റുള്ളവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ കുറച്ച് പ്രസ്താവനകൾ അല്ലെ സ്റ്റേറ്റ്മെന്റുകൾ അതിനനുസരിച്ചിട്ടുള്ള ആൻസർ ബേസ് ചെയ്തിട്ട് അപ്രൈസർ വിലയിരുത്തി ഒരു മാർക്ക് ഇടുന്നു. പർട്ടിക്കുലർ എംപ്ലോയി ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ എംപ്ലോയീസിനും വിലയിരുത്തി മാർക്ക് രേഖപ്പെടുത്തുന്നു. പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പേഴ്സൺ അദ്ദേഹം എന്താണ് ആൻസർ കീ വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾക്ക് ഇത്രയും മാർക്ക് വേണം, അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ആൻസർ കീ ഉണ്ട്, അത് വെച്ചിട്ട് ഈ കിട്ടിയിരിക്കുന്ന അപ്രൈസൽ വിലയിരുത്തിയിരിക്കുന്ന ആ മാർക്ക് വെച്ചിട്ട് കമ്പാരിസൺ നടത്തുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുന്നു. നല്ല റാങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഹയർ സ്കോറേഴ്സ് ആരാണെന്ന് അറിയിക്കുന്നു, മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെ, കൃത്യമായിട്ട് തന്നെ വാല്യുവേഷൻ നടത്താനായിട്ട് സാധിക്കുന്നു അല്ലേ. ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വാല്യുവേഷൻ നടത്താൻ പറ്റില്ലേ? ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് ആണ് സിൻസ് ദ അപ്ലൈസർ ഡസ് നോട്ട് നോ ദ റൈറ്റ് ആൻസർ. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തില്ല അപ്ലൈസറിന്റെ കയ്യിൽ എന്തില്ല ഇല്ലാത്തത്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ എന്താ ഉള്ളത്, എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു തന്നില്ല, ആൻസർ കീ ഇല്ല അല്ലെ, റൈറ്റ് ആൻസർ എന്താന്നില്ല, ആൻസർ കീ ഇല്ല. പേഴ്സണൽ മാനേജറിന്റെ കയ്യിലാണ് ആൻസർ കീ ഉള്ളത്. സോ റൈറ്റ് ആൻസറിനെ കുറിച്ചിട്ടുള്ള വിവരം ആർക്കില്ല, അഡ്വൈസറിനില്ല അല്ലെ. അപ്പൊ ഇറ്റ് റെഡ്യൂസ് ബയാസ്, നമുക്കറിയാം ഒരു പക്ഷപാതം കാണിക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് ഉണ്ടാകുന്നില്ല അല്ലെ. ഒരു ഡിസ്ക്രിമിനേഷനെ നമുക്ക് കാണിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ അവരുടെ അണ്ടറിലുള്ള എല്ലാ സ്റ്റാഫിനെയും വ്യക്തിപരമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതായത് ഒരു പക്ഷപാതം കാണിക്കാൻ പറ്റില്ല. കാരണം പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെ, നമുക്കറിയാം പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സ്പെസിഫൈഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ആൻസർ കീ വെച്ചിട്ട് ഇവാലുവേഷൻ നടത്തും.
Then it looks at overall performance. Okay, നമുക്കറിയാം ഇത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിന് ഗുഡാണോ അങ്ങനെയല്ല അല്ലെ, കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സോ ഓവറോൾ പെർഫോമൻസിനെ അത് വീക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു അല്ലെ, ഒരു എംപ്ലോയറെ ഓവറോൾ പെർഫോമൻസിനെ ആക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ശരിയല്ലേ? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിന് മാത്രമല്ല ആൻസർ നമ്മൾ നോക്കുന്നത്, അതിൽ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനും എത്രത്തോളം റാങ്കിങ് വന്നിട്ടുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഫൈനലിലേക്ക് എത്തുന്നത്. Then third one എന്താ പറയുന്നത്? It is based on the behavior of the employees. Okay, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൂടിയും അതില് അളക്കുന്നുണ്ട് അല്ലെ, ബേസ് ചെയ്ത് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ വരുന്നുണ്ട്, മറ്റുള്ളവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടോ അല്ലെ, ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ ക്യാരക്ടറും കൂടി അതില് നമുക്കറിയാം അടിസ്ഥാനപരമായിട്ട് വളർന്നു പോകുന്നുണ്ട്. ഓക്കെ, എന്താണ് ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ്? ക്ലിയർ അല്ലേ? അവിടെ 3 കാര്യങ്ങൾ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് അവിടെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, അവിടെ മനസ്സിലാക്കുക. ഫോഴ്സ്ഡ് എപ്പോഴും കുറെ ഇതുകൾ മെത്തേഡുകൾ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡില് എന്താണ് അവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്രൈസർ ആണെങ്കിൽ ഓരോ എംപ്ലോയീസിനെയും അവിടെ കൃത്യമായിട്ട് ഇവാലുവേഷൻ രേഖപ്പെടുത്തുന്നുണ്ട്. ദെൻ അതിന്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് ആരാണ് അവിടെ കൈകാര്യം ചെയ്തു പോകുന്നത്? പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു എംപ്ലോയി അല്ലെ, ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് അവിടെ വീണ്ടും ഇവാലുവേഷൻ നടത്തുന്നത്. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് ആരെ അറിയിക്കുന്നു? വിത്ത് ഹയർ സ്കോർ ആറ് ബെറ്റർ പെർഫോമിംഗ് എംപ്ലോയി. അത് ആരെ അറിയിക്കുന്നത്? മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തും. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, റെഡ്യൂസ് ബയാസ് അല്ലെ, പക്ഷപാതമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. അതിന്റെ കാരണം എന്താ? അതിന്റെ റീസൺ എന്താ? അപ്രൈസർക്ക് റൈറ്റ് ആൻസർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ദെൻ ഓവറോൾ പെർഫോമൻസിനെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നു. എന്താ പറയുന്നത്? ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് അല്ലെ, ബിഹേവിയർ കൂടി കൺസിഡർ ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവാലുവേഷൻ നിർവഹിക്കുന്നത്. ഓക്കെ അല്ലേ? അയച്ചു നോക്കേണ്ടതുണ്ടോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാലോ. അടുത്ത മെത്തേഡിലേക്ക്. ഓരോ മെത്തേഡും ജസ്റ്റ് ഒന്ന് ഓർത്തുകൊണ്ടോ, നമ്മൾ മറന്നു പോകരുത്. ഓരോ മെത്തേഡിൽ എന്തൊക്കെയാണ് പറയുന്നത്? ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്, പർട്ടിക്കുലർ പെട്ടെന്ന് ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയിട്ടാണ് അവിടെ മാർക്ക് രേഖപ്പെടുത്തി പോകുന്നത്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെസ്സോറിനെ വെച്ചിട്ട് കുറച്ച് കമ്പാരിസൺ അല്ലെ, ഓരോന്നിനും അത് ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നു. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ആണെങ്കിലും നമുക്കറിയാം ഇവിടെ പറയുന്നുണ്ട് അല്ലെ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നോളജ്, കൊളാബറേഷൻ, ലോയൽറ്റി, ഡിപെൻഡബിലിറ്റി, അറ്റൻഡൻസ്, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി അങ്ങനെയുള്ള ഗ്രാഫിക്കില് എത്രത്തോളം റേറ്റിംഗ് വരാനായിട്ട് പറ്റിയെന്ന് നോക്കിയിട്ടാണ് അത് പെർഫോമൻസ് വിലയിരുത്തുന്നത്. ഒരു ചോയ്സ് മെത്തേഡ് ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. അതിലെ ഇവാലുവേഷനിൽ 3 കാര്യങ്ങളൊക്കെ അല്ലെ, സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് അപ്രൈസർ തന്നെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആളെ ആൻസർ കീ വയ്ക്കുന്നു, മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുന്നു. Then fifth one നമ്മൾ നോക്കാനുള്ളത് ബിഹേവിയറലി അൺഫോർഡ് റേറ്റിംഗ് സ്കെയിൽ. സ്കെയിൽ അല്ല, ഒരു അബ്രിവേഷൻ ആയിട്ട് വേണമെങ്കിൽ കൊടുത്തോളൂ. BARS, ബാർസ്, ബാർസ് അല്ലെ, ബാർസ് മെത്തേഡ്. Abbreviation just to note there. This is the scale combine major element from the critical incident and viewed rating scale approach. Okay, ഇത് രണ്ടിന്റെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. എന്തിന്റെയൊക്കെ സംയുക്തമായിട്ടുള്ള മെത്തേഡാണ്? അപ്പൊ അത് ചോദ്യത്തിൽ വരാം അല്ലെ. ബാർസ് എന്ന് പറയുന്ന മെത്തേഡ് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ് അവിടെ പറയുന്നത്?
critical incident and period rating scale approaches. Rating scale name, critical incidents in it, the combination on a bars in the prayer. Okay, this appraisal rates the employees based on items along a continuum, but the points are example of actual behavior on the given job rather than a general descriptions or a traits. Okay, appraisal very തീർച്ചയായിട്ടും ജനറൽ ആയിട്ടുള്ള വിവരണത്തിന്റെയും അല്ലെ മറ്റു ജോലിയുടെ വിശകലനത്തിന്റെയും മാത്രം അല്ലെ അതിനേക്കാൾ അപ്പുറം ആക്ച്വൽ ബിഹേവിയർ ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്ന റേറ്റിംഗ് സ്കെയിൽ ഒക്കെ വെക്കുമ്പോൾ ഓരോ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആ എംപ്ലോയി എങ്ങനെയാണ് നന്നായി അല്ലെ കൈകാര്യം ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ടാണ് ആ സ്കെയിൽ വെയിറ്റ് രേഖപ്പെടുത്തുന്നത്. The behaviorally unfold rating scale specify a definite, observable and measurable job behavior. അപ്പൊ ഈ റേറ്റിംഗ് സ്കെയില് വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പറയുന്നുണ്ട് സ്പെസിഫൈ ഡെഫിനിറ്റ് അല്ലെ ഡെഫിനിറ്റ് ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ജോബ് ബിഹേവിയർ. അതായത് കൃത്യമായിട്ട് നിരീക്ഷണാടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ മെഷർ ചെയ്യുന്ന ഒരു റേറ്റിംഗ് സ്കെയിലാണ്. Example of the job related behavior and performance dimension are generated by asking participants to give a specific drawing on effective and ineffective behavior regarding each performance dimension. നമ്മള് പറഞ്ഞ മാതിരി ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡിൽ നമ്മൾ കമ്പാരിസൺ നടത്തുന്നത് എഫക്റ്റീവ് ആണോ ഇൻഎഫക്റ്റീവ് ആണോ എന്ന് വെച്ചിട്ടാണ് അല്ലെ. അതായത് അവർക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നപ്പോൾ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അല്ലെ. ഇപ്പൊ നമ്മള് അതിനൊരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു, ഒരു ക്രിട്ടിക്കൽ പേഷ്യന്റ് വന്നപ്പോൾ പെട്ടെന്ന് ആ രോഗി പെട്ടെന്ന് എന്താണ് CPR കൊടുത്ത് ആ രോഗിയുടെ അല്ലെ ആ ഒരു പെട്ടെന്ന് തന്നെ ആ രോഗിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സഹായിച്ചു. സോ എഫക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ആ ഒരു എംപ്ലോയിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഇൻഎഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അശ്രദ്ധ മൂലം രോഗിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ട്, ആ എംപ്ലോയിയുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മള് ഈ റേറ്റിംഗ് സ്കെയിൽ വെച്ച് കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ പർട്ടിക്കുലർ സ്ഥിതിവിശേഷങ്ങൾ അല്ലെ ഇന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇന്ന നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് അല്ലെ പെർഫോം ചെയ്യാൻ പറ്റാതെ ഈ പ്രോഗ്രാംസ് സർവീസ് നന്നായിട്ട് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. സോ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയറും അവിടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു, അതായത് രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഇപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഏത് ബിഹേവിയർ സിസ്റ്റം നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ബിഹേവിയറലി അൺഫോൾഡ് റേറ്റിംഗ് സ്കെയിൽ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അല്ലേ, എഫക്റ്റീവ് ആൻഡ് ഇൻഎഫക്റ്റീവിന്റെ കാര്യം ഏതാണ്? ക്രിട്ടിക്കൽ അല്ലെ, നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു മെത്തേഡ് സിസ്റ്റം ആണ്. അതേപോലെ തന്നെ റേറ്റിംഗ് സ്കെയിലും അവിടെ ഫോളോ ചെയ്യുന്നു. ബിഹേവിയറൽ എക്സാമ്പിൾ ആദ്യം ട്രാൻസ്ലേറ്റഡ് ഇൻടു അപ്രോപ്രിയേറ്റ് പെർഫോമൻസ് ഡയമെൻഷൻസ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു പെർഫോമൻസ് ഡയമെൻഷനിലേക്ക് അല്ലെ അളവ് തൂക്കത്തിലേക്ക് നിർവഹിക്കുന്നത് ഓരോ എംപ്ലോയിയും വെച്ചിട്ട്. Those that are sorted into the dimension for which they were generated are retained. തിരിച്ചു പിടിക്കാനായിട്ട് അല്ലെ നമുക്കറിയാൻ ചില കാര്യങ്ങളൊക്കെ ഓരോ എംപ്ലോയീസിനെ നമ്മൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതയായിട്ടുള്ള എംപ്ലോയി ആണോ, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണെന്ന് നമുക്കറിയാം അല്ലെ. മൂന്ന് കൂട്ടർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഓർഗനൈസേഷൻ ഉണ്ട്, അപ്രൈസർക്ക് ഉണ്ട്, ദെൻ അപ്രൈസിക്കും അല്ലെ ഈ പറഞ്ഞ സ്റ്റാഫിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. സോ നോക്കാം, ഇതിനനുസരിച്ചിട്ട് രണ്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള മെത്തേഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. The final group of behavior incidents are then numerically scaled to level of performance that each is reserved to represent. ഓക്കെ, നമുക്കറിയാം ഒരു പേഴ്സണെ വെച്ചിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ സ്കെയില് കാര്യങ്ങളിൽ ചോദിക്കുന്നതിനനുസരിച്ചുള്ള മാർക്ക് കാര്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ക്രിട്ടിക്കലി ഒരു ഇൻസിഡൻസ് സംഭവിക്കുന്നതിന്റെ ഒരു മാർക്കുകൾ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നുണ്ടാവും. ഇൻസിഡൻസ് that are translated and how high rated agreement on performance effectiveness are retained for use as angles on the performance dimension.
ഓക്കെ, നന്നായിട്ട് രീതിയിൽ അല്ലേ നമുക്കറിയാം എംപ്ലോയീസിന് കുറെ കഴിവുണ്ടായിട്ട് കാര്യമില്ല, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രകടമാക്കണം അല്ലെ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് അത് പ്രകടമാക്കാനുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല ഹൈ സ്കോറിൽ റാങ്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ആ ഇൻസിഡൻസിൽ അവർക്ക് ഉണ്ടാകുന്ന ഹൈ സ്കോറാണ് മറ്റ് സ്കെയിലിനേക്കാളും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് അവരെടുക്കുന്നത് അല്ലെ. പെർഫോമൻസ് എഫക്റ്റീവ്നെസ്, ദ ഇൻസിഡൻസ് ദാറ്റ് ആർ റീട്രാൻസ്ലേറ്റഡ് and how high rated increment on performance effectiveness are retained for use of as anchors on the performance dimension. The result of the above process are behavior descriptions such as anticipates, plans, executes, slow by immediate programs, carries out orders, and handles emergency situations. ഓക്കെ, നമ്മൾ ഈ പ്രോസസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും മനസ്സിലാക്കുകയാണ് അല്ലെ. നമുക്കറിയാം ബിഹേവിയറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആ സ്കെയിലിൽ നിന്ന് മനസ്സിലാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും റേറ്റ് കൊടുക്കുന്നു അല്ലെ. അദ്ദേഹത്തിന് അതിന് കഴിവുണ്ടോ അല്ലെ, പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ സ്കെയിൽ വെച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കണ്ടെത്തുന്നു. അതില് കൂടുതൽ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സച്ച് ആസ് ആന്റിസിപ്പേറ്റ്, പ്ലാൻസ്, എക്സിക്യൂട്ടീവ്സ് അല്ലെ. നമുക്ക് അല്ലെ എത്തരം രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ആസൂത്രണം ചെയ്യാൻ പറ്റുന്നുണ്ടോ, മേൽനോട്ടം വഹിക്കാൻ പറ്റുന്നുണ്ടോ, പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോബ്ലംസ് വന്നാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്യാരിയർ ഓർഡേഴ്സ് അല്ലെ, നമുക്ക് ഓർഡേഴ്സ് ഒക്കെ ടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ എംപ്ലോയിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ഓരോന്നോ ആസൂത്രണം ചെയ്ത് മേൽനോട്ടം വഹിച്ച് പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ, ആൻഡ് എമർജൻസി സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ തീർച്ചയായിട്ടും അവരുടെ റേറ്റ് അല്ലെ അത് ഹൈ ആക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഘടകങ്ങളാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു പെർട്ടിക്കുലർ എംപ്ലോയിയെ നമ്മൾ കൃത്യമായിട്ട് തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സ്കെയിൽ വെച്ചിട്ട്, ഗ്രാഫിക് സ്കെയിൽ വെച്ചിട്ട് ബിഹേവിയറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പെട്ടെന്ന് അല്ലെ സഡൻ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിലും അവർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവിടെ റേറ്റിംഗ് തീരുമാനിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്? Combine major element from critical incident and viewed rating scale approaches. അതായത് നമുക്ക് രണ്ടും അറിയാവുന്നതാണ്. ബിഹേവിയറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിനോടൊപ്പം തന്നെ അല്ലെ ക്രിട്ടിക്കൽ ആയിട്ട് പെട്ടെന്ന് വരുന്ന സാഹചര്യങ്ങൾ, പ്രോബ്ലം നമുക്കറിയാം അടുത്ത സഡൻ ആയിട്ട് വരുന്ന കാര്യത്തിലാണ് അവിടെ ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും മേൽനോട്ട ചുമതല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ടായിരിക്കും പുതിയ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മേൽനോട്ട ചുമതല വഹിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ എമർജൻസി സിറ്റുവേഷനിൽ അവനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയും കൂടി റേറ്റ് വെച്ചിട്ടാണ് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ നമുക്കറിയാവുന്നതാണ് കുറച്ച് അഡ്വാൻറ്റേജസ്. ദിസ് മെത്തേഡ് ഹാസ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. It does tend to reduce rating errors. ഓക്കെ, കുറച്ച് റേറ്റിംഗ് എറേഴ്സുകളൊക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. It assesses the behavior over traits. Okay, എന്താണ് ഇവിടെ പറയുന്നത്? It's assess the behavior over traits. സ്വഭാവത്തിനേക്കാൾ കൂടുതൽ അല്ലെ അവിടെ കുറച്ചും കൂടി നമുക്കറിയാം ബിഹേവിയറലായിട്ടുള്ള സ്വഭാവം എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്ലെ നമ്മള് വിലയിരുത്തുന്ന മറ്റൊരു കുറച്ചും കൂടി സംഭവങ്ങളെ കൂടി വിലയിരുത്തുന്നത്, അതായത് പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ വരുന്ന കാര്യങ്ങൾ കൂടി വിലയിരുത്തുന്നത്. Clarify to both the employee and rather which behavior cannot good performance and which cannot bad. ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് ചീത്ത അല്ലെ. നമ്മൾ പറഞ്ഞു ചില സിറ്റുവേഷൻസിൽ ഈ എംപ്ലോയിയുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലും സംതിങ് റോങ് സംഭവിക്കാം. സോ അതും കൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനുള്ള സിറ്റുവേഷൻസിൽ അദ്ദേഹം റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത് മാത്രമല്ല, ഇദ്ദേഹം വഴി എന്തെങ്കിലും അപകടാവസ്ഥകൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും അതും കൂടിയും അതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ?
ജസ്റ്റ് അഡ്വാൻറ്റേജസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് 2 മെത്തേഡ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓർത്ത് പോവുക. എന്താണ്, ഏതൊക്കെ മെത്തേഡാണ്? ഫോഴ്സ് ചോയ്സ് മെത്തേഡും then behavioral and order rating scheme. Okay, clearly? Yes, അടുത്തൊരു മെത്തേഡിലേക്ക് പോവാണ്. നമുക്ക് ഏത് മെത്തേഡും യൂസ് ചെയ്തിട്ട് നമ്മുടെ എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാട്ടോ. ഇന്ന മെത്തേഡ് വേണമെന്ന് ഒരു ഓർഗനൈസേഷന് നിർബന്ധമില്ല, പക്ഷെ മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയായിരിക്കും ഏതൊരു ഓർഗനൈസേഷനും അവിടെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയായിരിക്കും അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി 6th മോഡൽ പറയുന്നത് ഗ്രൂപ്പ് ഓർഡറിംഗ് റാങ്കിങ്. ഓക്കെ, എന്താണ് ഗ്രൂപ്പ് ഓർഡറിംഗ് റാങ്കിങ്ങിൽ പറയുന്നത്? ദ ഗ്രൂപ്പ് ഓർഡർ റാങ്കിങ് requires the inspector to place the employee into a particular classification such as the top 1/5 or second 1/5. ഓക്കെ, നമുക്കറിയാം അവിടെ ഇൻസ്പെക്ടർ, അതായത് അപ്രൈസർ, വിലയിരുത്തുന്ന ആള് എന്താണ്, എംപ്ലോയീസിനെ ക്ലാസിഫൈ ചെയ്യാണ്, തരംതിരിക്കുകയാണ് അല്ലെ. ഏത് രീതിയിലാണ് ടോപ്പ് 1, സെക്കൻഡ് 5 അല്ലെ, അങ്ങനെ പ്രത്യേകമായിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്ത് തന്നെ തരംതിരിക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട്, ഇവാലുവേറ്റേഴ്സ് ആർ ആസ്ക്ഡ് ടു റാങ്ക് ദ എംപ്ലോയി ഇൻ ദ ടോപ്പ് 5%, ദ നെക്സ്റ്റ് 5% ആൻഡ് ദ നെക്സ്റ്റ് 15%. അങ്ങനെ ഉള്ള രീതിയിൽ തരംതിരിക്കുന്നു അല്ലെ. അതായത് നമ്മളിപ്പോ ടോപ്പ് ലെവലില് കുറച്ചും കൂടി അല്ലെ, ലോവർ ലെവല്, പിന്നെയും അതിൽ ലോവർ ലെവല്, അങ്ങനെയുള്ള രീതിയിൽ തരംതിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ച് പറയുന്നത്. സോ ഇഫ് rater has 20 subordinate, only 4 can be in the top 5th, and of course 4 must also be relegated to the bottom 5th. ഞാനിപ്പോ 20 എംപ്ലോയീസ് ഉണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു 20 എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ ഈ 20 എംപ്ലോയീസിനെ അവർ 5 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് തരംതിരിക്കുന്നത്. 20 എംപ്ലോയീസ് ഉണ്ട്, സോ അവരെ 5 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് തരംതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പില് നമ്മൾ ഏറ്റവും ടോപ്പില് എന്താ പറയാ, 5 കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പില് നമുക്കറിയാം 20% എന്നുള്ള രീതിയിലാണ് 5 കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത് അല്ലെ. 20 അങ്ങനെയുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ 20% എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം 4 വീതം 5 ഗണങ്ങളായിട്ടാണ് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ നമ്മള് ഏറ്റവും എങ്ങനെ തരംതിരിക്കാനായിട്ട് പറ്റുക, നമ്മുടെ ഏറ്റവും ടോപ്പില് 20% നല്ല രീതിയിൽ അല്ലെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു എംപ്ലോയീസിന് നമ്മൾ എല്ലാ റിസൾട്ട് നോക്കി കഴിയുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയി. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പില് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു 4 എംപ്ലോയിയെ തരംതിരിക്കും. കുറച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിലും ഇച്ചിരി കൂടി അല്ലെ താഴെയാണ്, എന്നാ ഏറ്റവും മോശമല്ല, അങ്ങനെയുള്ള രീതിയിൽ ഒരു 4 എംപ്ലോയി കൂടിയും തിരഞ്ഞെടുക്കും. അപ്പൊ ഏറ്റവും ടോപ്പിൽ എത്ര എംപ്ലോയീസ് ഉണ്ടാവും? 4 എംപ്ലോയീസ്. അതിന് താഴെ അതിനേക്കാളും ഇച്ചിരി കഴിവ് കുറഞ്ഞ എന്നാൽ വലിയ മോശമല്ലാത്ത 4 എംപ്ലോയീസിനെ കൂടി തിരഞ്ഞെടുക്കും. ഓക്കെ, വീണ്ടും ഒരു ആവറേജ് ലെവലിലുള്ള ഒരു 4 എംപ്ലോയിനെ കൂടി തിരഞ്ഞെടുക്കും. ഓക്കെ, വീണ്ടും ആവറേജിനേക്കാൾ താഴെയുള്ള 4 എംപ്ലോയിയെ തിരഞ്ഞെടുക്കുന്നു. ഏറ്റവും താഴെയുള്ള 4 എംപ്ലോയിയെ തിരഞ്ഞെടുക്കും. ഓക്കെ, അപ്പൊ 20% നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 5 കാറ്റഗറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിൽ ഏറ്റവും ടോപ്പിലുള്ള എംപ്ലോയീസ് ഏറ്റവും നല്ല ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. ഏറ്റവും നല്ല സൂപ്പർവൈസറിന്റെ അണ്ടറിലുള്ള 20 പേരിൽ ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയിയെ 4 പേരെ തിരഞ്ഞെടുക്കുന്നു. ഞാൻ അതിനേക്കാളും മോശമല്ലാത്ത 4 പേരെയും തിരഞ്ഞെടുക്കുന്നു. അതിന് കഴിഞ്ഞ ഒരു ആവറേജ് ലെവലിലുള്ള എംപ്ലോയീസിനെ 4 പേരെ തിരഞ്ഞെടുക്കുന്നു. അതിന്റെ താഴെ ആ ആവറേജിനേക്കാളും താഴെ എന്ന ഏറ്റവും മോശമല്ലാത്ത 4 പേര്, ഏറ്റവും മോശമുള്ള 4 പേരെയും കൂടി തിരഞ്ഞെടുക്കും. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്. ഓക്കെ, അപ്പൊ 5 അല്ലെ നമ്മള് കണ്ടു അല്ലെ, 5 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. ഒരു 20%നെയാണ് നമ്മൾ തെരഞ്ഞെടുത്തത്. 5 അല്ലെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. എല്ലാത്തിലും നമുക്കറിയാം അല്ലെ 4 പേഴ്സൺസിനെ വെച്ചിട്ടാണ്. യെസ്.
അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ മെത്തേഡ് അനുസരിച്ചിട്ട് ഏറ്റവും നല്ല ലെവലിലുള്ള എംപ്ലോയീസ് ഏതാണ്, ഏറ്റവും മോശം എംപ്ലോയീസ് ഏതാണ് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇല്ലേ? അനലൈസ് ചെയ്യാൻ പറ്റില്ലേ? പെട്ടെന്ന് തന്നെ പറ്റില്ലേ? ഓക്കെ. ഇനി കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു ആവറേജ് പേഴ്സണെ ആണെങ്കിലും വിടാം അല്ലെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഓൺലൈനിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇന്ന ഭയങ്കര റിസ്ക് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിടേണ്ടതായിട്ട് വരും. എന്നാൽ ആവറേജ് ആയിട്ടുള്ളവരെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഏരിയയിലേക്കൊക്കെ വിടേണ്ട വരും. ഏറ്റവും കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു സൂപ്പർവൈസറിന്റെ തന്നെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൺട്രോളിൽ തന്നെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ട ആവശ്യം വരും. ചിലപ്പോൾ അവർക്കൊക്കെ ട്രെയിനിങ് ഒക്കെ മസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഞാൻ താഴേക്ക് നോക്കാം. The advantages of this method is that it prevents the writers from expanding their evaluations. So everyone looks good or from a homogeneous. The evaluations for everyone is rated near the average outcome that are usual with the graphic rating scale. It has disadvantages പറയുന്നുണ്ട് കേട്ടോ. അഡ്വാൻറ്റേജസ് വെച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ പേഴ്സൺസിനെയും വിലയിരുത്തുന്നുണ്ട്, ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള പരിഗണന കൊടുത്തിട്ട് തന്നെയാണ് ഇവാലുവേഷൻ വന്നത് അല്ലെ. എവരിവൺ എല്ലാ എംപ്ലോയീസിനെയും അവിടെ നോക്കുന്നുണ്ട്. ഗുഡ് ഓർ ബാഡ് അല്ലെങ്കിൽ അവറേജ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തന്നെ ഇവാലുവേഷൻ നിർവഹിച്ചു പോകുന്നുണ്ട്. നിയർ ദ ആവറേജിന് അടുത്ത് വരുന്ന എംപ്ലോയീസിനെ കണ്ടെത്തുന്നുണ്ട്. തന്നെ ഏറ്റവും മോശപ്പെട്ടവരെയാണ് പിന്നീട് കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പരിധി വരെ എല്ലാ എംപ്ലോയീസിനും പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെ. 20 എന്നുള്ള ഗണത്തിൽ പെടുമ്പോൾ ഏറ്റവും ടോപ്പിലും എന്നാൽ വലിയ കുഴപ്പമില്ലാത്തതും ആവറേജും എന്നാൽ ആവറേജിനോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും ഉണ്ട്. എന്നാണ് താഴേക്ക് ഏറ്റവും കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകുന്നത്. സോ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇഫ് ദ നമ്പർ ഓഫ് എംപ്ലോയി ബീങ് കമ്പയർഡ് ഇസ് സ്മോൾ. ചെറിയൊരു കാര്യമുള്ള അല്ലെ, ഇത്രയും എംപ്ലോയീസ് മാത്രമല്ല. ഇപ്പൊ 20 എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ഒരുപാട് എംപ്ലോയീസ് അല്ലെ, ഒരുപാട് വലിയ വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് റിസ്ക് പിടിക്കുന്ന കാര്യമാണ്. At the extreme, if the evaluator is looking at only 4 employees, it is very possible that they may all be excellent. Yet the evaluator may be forced to rank them into top quarter, second quarter, third quarter, and low quarter. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് വലിയ കുഴപ്പമില്ല. അതായത് ചെറിയ എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ എക്സലന്റും അതിനനുസരിച്ചിട്ട് ടോപ്പ് ക്വാർട്ടറും സെക്കൻഡ് ക്വാർട്ടറും പിന്നെ തേർഡ് ക്വാർട്ടറും ലോവർ ക്വാർട്ടർ ഒക്കെ എന്നുള്ള രീതിയിലൊക്കെ തെരഞ്ഞെടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ വലിയ ഒരു എംപ്ലോയീസിന്റെ കാറ്റഗറി ആണെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ 20 പേരെ നമ്മൾ ഇവാലുവേഷൻ നടത്തിയിട്ട് തരംതിരിക്കാനൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? സെക്കൻഡ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് another disadvantages which plugs all are relative measure is the zero-sum game consideration. ഇതൊരു ദുരന്തമാണെന്നാ പറയുന്നത്. അതായത് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് വിച്ച് പ്ലസ് ഓൾ റിലേറ്റീവ് മെഷേഴ്സ്. ഈ ഒരു മെഷർമെന്റ് കൊണ്ട് ഒരു ദുരന്തം തന്നെ വ്യക്തിവെക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. എന്താണ് ദുരന്തം എന്ന് വ്യക്തിവെക്കുന്നത്? സീറോസം ഗെയിംസ് കൺസിഡറേഷൻ. അതായത് ഒരാളുടെ പരാജയമാണ് മറ്റൊരാളുടെ നേട്ടം എന്നുള്ള രീതിയാണ്. ഏറ്റവും ടോപ്പ് ലെവൽ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ 20 പേരില് വളരെ മോശമായിട്ടുള്ള 20 പേരാണ് എങ്കിൽ അവരിൽ നമുക്കറിയാം ഏറ്റവും ടോപ്പ് വലിയ കുഴപ്പമില്ലാത്ത ഏറ്റവും ടോപ്പിലേക്ക് വരുന്നത് മോശത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചു വെക്കുന്നത്. അതേസമയം നല്ല കഴിവുറ്റവരിൽ നിന്നാണ് നമ്മൾ ഇത് കമ്പാരിസൺ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു റേറ്റിംഗ് ആണെന്ന്. അതേസമയം അല്ലെ ഇവിടെ റേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ ഒരു ആവറേജ് ഇതിൽ തന്നെ നിൽക്കുന്നവരെയാണ്. അവരപ്പോ ഏറ്റവും ടോപ്പിലേക്ക് എടുക്കുന്നതൊക്കെ വളരെ റയർ കേസുകളിലൊക്കെ നോക്കിയിട്ടായിരിക്കും ഏറ്റവും ടോപ്പിലേക്കൊക്കെ എത്തുന്നത്. ഓക്കെ, ഒരാളുടെ ഉന്നമനം എന്ന് പറയുന്ന മറ്റൊരാളുടെ പരാജയത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാ പറയുന്നത്. കാരണം 20 പേരും തുല്യമായിട്ട് നന്നായിട്ട് തന്നെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ ഇവരെ വേർതിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അല്ലെ. ഇപ്പൊ ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ പരാജയത്തിലേക്ക് പോകാനായിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുന്നത് തന്നെ ചിലപ്പോൾ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. എംപ്ലോയീസ് ചിലപ്പോൾ വിട്ടുപോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്.
അല്ലെ ഒരു കാറ്റഗറിയിലുള്ള നന്നായിട്ട് ഒരേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഗണമാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് വരാൻ സാധ്യതയില്ലേ? ഉണ്ട് അല്ലെ? കാരണം ഈ കമ്പാരിസൺ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് പേരിൽ നിന്ന് വീണ്ടും ഈ തരംതിരിക്കലൊക്കെ വരുമ്പോൾ അവര് ഏറ്റവും താഴെ കിടക്കുന്നവര് വലിയ മോശക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷെ അവർക്കത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അതാണ് സിറോസം ഗെയിം എന്ന് പറയാം. ഒരാളുടെ ഏറ്റവും മറ്റൊരാളുടെ പരാജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. This means that any change must are up to zero. ഏതെങ്കിലും ഒരു ചേഞ്ച് വരുത്തുമ്പോൾ മറ്റൊരാള് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അവനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. For example, if there are 12 employees in a department performing at a different level of effectiveness by definition, 3 are in the top quarter, 3 in the second quarter, and so forth. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 20ക്ക് പകരം 12 ആയിട്ടാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. സോ ആ രീതിയിൽ കൈകാര്യം ചെയ്തു പോകുമ്പോൾ the sixth best employee, for instance, would be in the second quarter. Ironically, if 2 of the workers in the third or fourth quarter levels leave the department and are not substituted, then our sixth best employee now quitting into the third quarter. അതായത് നമ്മൾ ഈ കമ്പാരിസൺ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു കമ്പാരിസൺ അല്ലെ ഒരു വിരോധാഭാസമായിട്ടുള്ള ഒരു രീതിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇങ്ങനെ ഡിവേഷൻ നടത്തുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തുന്ന പേഴ്സൺ ആണ് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. സോ അവൻ ബിഗ് സീറോയിലേക്ക് ആയിരിക്കും പോകുന്നത്. അവനെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവരുമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ വളരെ റയർ ആയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് പിക്കപ്പ് ചെയ്ത് അവരോടൊപ്പം എത്താവുന്നതിന് പകരം ഏറ്റവും താഴത്തെ ലെവലിൽ ഇട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവന് ഒരു വിരോധാഭാസമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു കണ്ടീഷനിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വീണ്ടും പറയാണ് ബിക്കോസ് കമ്പാരിസൺ ആർ റിലേറ്റീവ് എംപ്ലോയി ഹു ഈസ് may score high only because he or she is the best of the worst. Okay, തീർച്ചയായിട്ടും ബെസ്റ്റ് ഓഫ് ദ വേസ്റ്റ് അല്ലെ? നമ്മളിപ്പോ പറഞ്ഞ മാത്രമേ തന്നെ നമ്മള് വേസ്റ്റും മറ്റൊരു ഭയങ്കര ബെസ്റ്റും എന്നുള്ള ഒരു ഗണത്തിലേക്ക് പോകും അല്ലെ? അങ്ങനെ ഒരു കടുപ്പമേറിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? Similarly, an excellent performer who is matched against stiff competition may be evaluated poorly. When it's absolute terms, his or her performance is outstanding. കാരണം നമുക്കറിയാം, തീർച്ചയായിട്ടും നമുക്കറിയാം കടുപ്പമുള്ള ഒരു തീരുമാനം എന്ന് പറയും അല്ലെ? ഈ 20 പേര് നമ്മൾ ഇവാലുവേഷൻ നടത്തുമ്പോൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുക എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കടുപ്പമേറിയ ഒരു തീരുമാനമാണ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഏറ്റവും മുകളിലുള്ളവർക്ക് വലിയ റാങ്കിങ്ങും കൊടുത്തു, എന്നാൽ ചെറിയൊരു മിസ്റ്റേക്കിന്റെ കേസിലൊക്കെ ആയിരിക്കും അവർക്ക് ആ റാങ്കിങ് ഒക്കെ വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താ പറയാ, ബെസ്റ്റ് ഓഫ് ദ വേസ്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു റിയാക്ഷൻ അവരിൽ നിന്ന് ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഗ്രൂപ്പ് ഓർഡറിംഗ് റാങ്കിങ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മതി. ഞാൻ അതുകൊണ്ടാണ് ഒരു 20% ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ടോപ്പ്, അതിന് താഴെ ഒരു 4, ആവറേജ്, അതിന് താഴെ ഇൻ കേസ് ആവറേജിനേക്കാൾ മോശമായ ഒരു 4 പേര്, ഏറ്റവും മോശമായ 4 പേര്. ജസ്റ്റ് ആ രീതി ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. സോ അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഒക്കെ കൂടുതലായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. 3 മെത്തേഡ്സ് പറഞ്ഞു, വായിച്ചു നോക്കാം.
ഓക്കെ, നോക്കിയോ? ഐഡിയ കിട്ടിയോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇൻഡിവിജ്വൽ റാങ്കിങ്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റാങ്കിങ്. ഇൻഡിവിജ്വൽ റാങ്കിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഇൻഡിവിജ്വലി റാങ്ക് ചെയ്യുക, വിലയിരുത്തലാണ് നടത്തുന്നത്. ഓക്കെ, ഓരോ പേഴ്സണെയും കൃത്യമായിട്ട് തന്നെ വിലയിരുത്തിയാണ് അവിടെ റാങ്ക് തീരുമാനിക്കുന്നത്. The individual ranking method requires the evaluator merely to list all the employees in an order from highest to lowest. അതായത് എല്ലാ എംപ്ലോയിനെയും വിലയിരുത്തിയിട്ട് നമുക്കറിയാം റാങ്കിങ്ങിലേക്ക് എത്തിക്കുകയാണ്. ദെൻ അതിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ളതാണ് ഏറ്റവും ലോ ആയിട്ടുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചാർട്ട് കിട്ടുകയാണ് അല്ലെ. ഓരോ എംപ്ലോയിനെ വിലയിരുത്തുമ്പോൾ ഉണ്ടാവുന്ന റാങ്കിങ് ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. സോ അവിടെ നമുക്കറിയാം ഒരു ഓർഡർ ഉണ്ട്, എന്താണ് ഫ്രം ഹയർ ടു ലോവസ്റ്റ്. മെത്തേഡിൽ എന്താണ്, evaluator merely list all the employee in order from highest to lowest. Only one can be the best. നമുക്കറിയാം ഏറ്റവും ടോപ്പിലുള്ളവര് ഏറ്റവും നല്ലവര് അല്ലെ, എന്താണ് ഏറ്റവും മോസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ളവരായിരിക്കും റാങ്കിങ്ങിൽ. If the evaluator is required to apply the 30 individuals ranking method carries the same plus and minus and group order ranking. അതായത് നമുക്കറിയാം നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഓർഡർ റാങ്കിങ് പോലെ തന്നെ ഒരു പ്ലസ് പോയിന്റ്സും മൈനസ് പോയിന്റ്സും ഇതിനും വരാം. കാരണം ഏറ്റവും പക്ഷെ ഇത് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ റാങ്കിൽ കയറപ്പെറ്റാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമാണ് അല്ലെ. ചില അത്രയും പേഴ്സൺസിലെ ഉള്ളില് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 4 എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവർ ലെവലിലാണ്. പക്ഷെ ഇൻഡിവിജ്വലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ഏറ്റവും ലോവർ ലെവലിലേക്ക് വരുന്നേക്ക് മുമ്പും ഒരു ചാൻസ് ഉണ്ട് അല്ലെ. ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് ഏറ്റവും ലോവർ ലെവലിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പില് നമുക്കറിയാം അതിനും ഒരു ചാൻസ് വരുന്നുണ്ട്. ഏറ്റവും താഴത്തേക്കാളും തൊട്ടുമ്പോൾ എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, ഇൻഡിവിജ്വൽ റാങ്കിങ് മെത്തേഡ്സ് ക്യാരീസ് ദ സെയിം പ്ലസ് ആൻഡ് മൈനസ് ആസ് ദ ഗ്രൂപ്പ് ഓർഡർ റാങ്കിങ്. ഗ്രൂപ്പ് ഓർഡർ റാങ്കിങ് പോലെ തന്നെ ചെറിയ ഒരു പ്ലസ് മൈനസ് ആയിട്ടുള്ള ഒരു പോരായ്മകളും അതായത് നല്ല വശവും അതിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഗ്രൂപ്പ് ഓർഡർ ഇൻഡിവിജ്വൽ റാങ്കിങ് എന്താന്ന് ഓർത്ത് മനസ്സിലാക്കി വെക്കുക. ഇൻഡിവിജ്വലി റാങ്കിങ് ചെയ്യുന്നത്, ഇൻഡിവിജ്വലി അവർ ഇവാലുവേഷൻ നടത്തുന്ന മെത്തേഡാണ്. അതായത് ഏറ്റവും ടോപ്പിലുള്ളവന് എന്തായിരിക്കും, ബെസ്റ്റ് ആയിരിക്കും അല്ലെ, ദ ബെസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ഏറ്റവും താഴെയുള്ളവൻ ഏറ്റവും മോശക്കാരനുമായിരിക്കും. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ ഇൻഡിവിജ്വൽ റാങ്കിങ് മെത്തേഡ്? യെസ്. ഇനി പെയർഡ് കമ്പാരിസൺ. പെയർഡ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇച്ചിരി റിസ്ക് പിടിക്കുന്ന കാര്യമാണ്. പെയർ ആയിട്ട് തന്നെ കമ്പാരിസൺ നടത്തി വരിക. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ഒരു സൂപ്പർവൈസറിന്റെ കീഴിലുള്ള കുറച്ച് സ്റ്റാഫുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ എംപ്ലോയിയെയും അടുത്ത എംപ്ലോയി ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അതിലേതാ ബെസ്റ്റ്, ആ ബെസ്റ്റും വെച്ചുകൊണ്ട് അടുത്ത എംപ്ലോയി കമ്പയർ ചെയ്യും, അതിലേതാ ബെസ്റ്റ്. അങ്ങനെ എല്ലാവരെയും വെച്ചുകൊണ്ട് ബെസ്റ്റിന് ഓരോ എംപ്ലോയീസിനെ വെച്ച് കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ തെരഞ്ഞെടുക്കും. Okay, എന്താണ് പെയർഡ് കമ്പാരിസൺ മെത്തേഡ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ദ ടോട്ടൽ ഓഫ് n എന്താണ് നോക്കാം, അവിടെ ഒരു ഫോർമുലാസ് പറയുന്നുണ്ട്. n-1 or by 2. ഓക്കെ, ആ ഒരു രീതിയിലാണ് കമ്പാരിസൺ നടത്തുന്നത്. പ്രത്യേകിച്ച് കാര്യമില്ല. അതായത് രണ്ടുപേരെ വെച്ച് കമ്പാരിസൺ നടത്തുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയതിനെ തിരഞ്ഞെടുക്കും. ആ ബെസ്റ്റ് ആയതിനെ അടുത്ത ഇൻഡിവിജ്വലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും ബെസ്റ്റ് ആയതിനെ തിരഞ്ഞെടുക്കും അല്ലെ. ഇപ്പൊ നമ്മൾ എയും ബിയും കമ്പയർ ചെയ്തപ്പോ നമ്മൾ ബി ആണ് ബെസ്റ്റ് എന്ന് കണ്ടെത്തി. ദെൻ ബിയും സിയും ആയിട്ട് കമ്പയർ ചെയ്തു. പക്ഷെ അതില് ബി തോറ്റു പോയിട്ടുണ്ടാവും, സി ആയിരിക്കും ബെസ്റ്റ്. ദെൻ സിയും ഡിയും കമ്പയർ ചെയ്ത് സി ആയിരിക്കും ബെസ്റ്റ്. ദെൻ വീണ്ടും സിയും ഇയും കമ്പയർ ചെയ്തു, അതിലും ചിലപ്പോൾ സി ആയിരിക്കും ബെസ്റ്റ്. ദെൻ അങ്ങനെ കമ്പാരിസൺ നടത്തിയിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ ടൈമിൽ നമുക്കറിയാം ഈ കമ്പാരിസന് മറ്റൊരു വ്യക്തിയായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എങ്കിൽ ആ വ്യക്തിയായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് കമ്പാരിസൺ നടത്താനായിട്ട് യോഗ്യനായിട്ട് വരും. അതായത് ഓരോ എംപ്ലോയിനെ ഓരോ മറ്റു എംപ്ലോയി ആയിട്ട് കമ്പാരിസൺ നടത്തി ഏറ്റവും ബെസ്റ്റ് ആയവരെ കണ്ടെത്തും. Okay, a score is obtained for each employee by simply counting the number of pairs on which the individual is the preferred number. അതായത് ഓരോ നമ്പറിലേക്കും അല്ലെ ഓരോ എംപ്ലോയീസിനെയും വെച്ച് നമ്മൾ കണ്ടെത്തിയാണ്
അവരുടെ പെർഫോമൻസ് ഏറ്റവും യോഗ്യരായത് കണ്ടെത്തുന്നത്. ഇറ്റ് റാങ്ക്സ് ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ എ റിലേഷൻഷിപ്പ് ടു ഓൾ അതേഴ്സ് ഓൺ എ വൺ ബേസ്. അതായത് ഒരാളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്ത് പോകും. If 10 people are being evaluated, the first person is compared with each of the other 9, and the number of items this person is preferred is in any one of the 9 persons is ordered. Okay, അതായത് നമ്മൾ ഓരോ പേഴ്സൺസിനെ ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ അതിന് ഒരു പേഴ്സണ് മറ്റു പേഴ്സൺസ് വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് അതിനെ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. Each of the remaining 9 person is compared in the same way. ഈ 9 പേരും ഇങ്ങനെ തന്നെ ഓരോ പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്ത് പോകുന്നു. And the ranking is evolved by the greatest number of preferred victorious. ഏറ്റവും കൂടുതൽ വിജയിക്കാനായിട്ട് പറ്റിയ വ്യക്തി ഏതാണോ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയി എന്ന് പറയുന്നത്. This method ensures that each employee is compared against every other, but the method can become bulky when large number of employees are being compared. Okay, നമുക്കറിയാം ഓരോ പേഴ്സണെയും വെച്ചുകൊണ്ട് കമ്പയർ ചെയ്ത് പോയിട്ടാണ് ബെസ്റ്റിനെ കണ്ടുപിടിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് തന്നെയായിരിക്കും. പക്ഷെ ഇതൊരു ബൾക്കി ആയിട്ടുള്ള ഒരുപാട് എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും ഇങ്ങനെ ഓരോരുത്തരെ വെച്ച് കമ്പാരിസൺ നടത്തി പോകുക എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിക്കുന്ന കാര്യമാണ്. ഓക്കെ, പയേർഡ് കമ്പാരിസൺ. ഒരാൾ മറ്റൊരാളുമായിട്ട് കമ്പാരിസൺ നടത്തുന്നു, അതിലെ ബെസ്റ്റിനെ കണ്ടെത്തുന്നു. ദെൻ ആ ബെസ്റ്റും മറ്റൊരാളുമായിട്ട് കമ്പാരിസൺ നടത്തുന്നു, അതിലെ ബെസ്റ്റിനെ കണ്ടെത്തുന്നു. അങ്ങനെ ബെസ്റ്റിനെ കണ്ടെത്തി പോകുന്ന ഒരു രീതിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു വിധം എല്ലാവരുമായിട്ട് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ മാത്രം ഉണ്ടായി ഏറ്റവും ടോപ്പ് ലെവലിലുള്ള, അതായത് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ട് കാഴ്ചവെക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തിയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. സോ നമുക്കറിയാം അത് കുറച്ച് ടൈം എടുക്കുന്നവരുടെ കാര്യവുമാണ്, റിസ്ക് പിടിക്കുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളെന്താ പഠിച്ചത്? ഏതൊക്കെ മെത്തേഡാ? 3-4 മെത്തേഡ് ഇന്ന് പഠിച്ചു നമ്മള്. ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ്. ഓക്കെ, ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് ഓക്കെ അല്ലേ? ഓക്കെ, ഇവാലുവേറ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അറിയുന്നില്ല, തന്നെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഫാൻസൊക്കെ വെച്ചും കൊണ്ട് ഇവാലുവേഷൻ നടത്തുന്നു. അങ്ങനെ വരുമ്പോഴേ നമുക്കറിയാം പക്ഷപാതം ഒന്നും കാണിക്കാതെ തന്നെ റൈറ്റ് പേഴ്സണെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത ഒരു രീതി എല്ലാം മിക്കവാറും ഓർഗനൈസേഷനൊക്കെ ആ രീതി ചിലപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, ബിഹേവിയറൽ എൻകോഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പോൾ 2 മെത്തേഡിന്റെ കൂടിച്ചേരലാണ്. ഏതൊക്കെ മെത്തേഡിന്റെ കൂടിച്ചേരലാണ്? ഏതൊക്കെ മെത്തേഡാ? ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്, ദെൻ റേറ്റിംഗ് സ്കെയിലും വെച്ചുകൊണ്ടുള്ളത്. ഓക്കെ, അതിന്റെ കോമ്പിനേഷൻ ആണ്. ദെൻ ഗ്രൂപ്പ് ഓർഡർ റാങ്കിങ്, എന്താണ് ഗ്രൂപ്പ് ഓർഡർ റാങ്കിങ്ങില്? നമ്മള് ഗ്രൂപ്പ് തിരിച്ചു അല്ലെ, ഒരു 4 ഗ്രൂപ്പ് അല്ലെങ്കിൽ 5 ഗ്രൂപ്പ് ഒക്കെ ആക്കിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു ഓർഡറിലേക്ക് എംപ്ലോയീസിനെ കൈകാര്യം ചെയ്ത് പോകുന്ന രീതിയാണ് ഏറ്റവും ടോപ്പില്. ദെൻ അതിൽ താഴെ, ദെൻ ആവറേജ്, ദെൻ ആവറേജിന് താഴെ, അതിനെപ്പോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാറ്റഗറി. സോ അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു. സർവീസ് ആൻഡ് ഗെയിംസ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? അതായത് ഒരാളുടെ പരാജയം അല്ലെങ്കിൽ ഒരാളുടെ കയറ്റം അല്ലെ മറ്റൊരാളുടെ പരാജയത്തിലേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുള്ള ഒരു റേറ്റിംഗ് മോഡലാണ്. ഇൻഡിവിജ്വൽ റാങ്കിങ് എന്ന് പറയുമ്പോൾ ഓരോ പേഴ്സണെയും കൃത്യമായിട്ട് തന്നെ ഇവാലുവേഷൻ നടത്തിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുന്നു. പയേർഡ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണെ മറ്റൊരാളായിട്ട് ബെസ്റ്റ് ഏതാണ് ആ ബെസ്റ്റിനെ മറ്റൊരാളായിട്ട് അങ്ങനെ പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റിനെ കണ്ടെത്തുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവോ? ഡൗട്ടുകളൊന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.